Hi friends, welcome to my channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ആരും തന്നെ ഇങ്ങനെ ഒരു റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് പൊമിഗ്രാനേറ്റ് വെച്ചൊരു തോരനാണ്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് പൊമിഗ്രാനേറ്റ് നല്ലതുപോലെ തൊലി കളഞ്ഞ് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ആവശ്യമായത് കുറച്ച് നാളികേരം, കുറച്ച് കറി ലീഫ്, ഒരു മീഡിയം സൈസ് സവാള, ഒരു പച്ചമുളക്. ഇത്രയും മാത്രം മതി നമ്മുടെ പൊമിഗ്രാനേറ്റ് പൊരിയൽ അല്ലെങ്കിൽ തോരൻ തയ്യാറാക്കിയെടുക്കാൻ. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോയി കണ്ടിട്ട് വരാം. ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയ ശേഷം നമുക്കതിലേക്കൊരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകും ഉള്ളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴണ്ട് വരാനായി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവാള നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറി ലീഫ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പൊമിഗ്രാനേറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. പൊമിഗ്രാനേറ്റ് ചേർത്ത ശേഷം നമുക്ക് കുക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല. നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാളികേരം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പൊമിഗ്രാനേറ്റ് വെച്ചുള്ള തോരൻ അല്ലെങ്കിൽ പൊരിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ആ പൊമിഗ്രാനേറ്റിൻ്റെ മധുരവും നാളികേരവും ഒക്കെ ചേർന്നൊരു വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടി. ഇതുവരെ നമ്മൾ ഇതുപോലൊരു ഡിഷ് ട്രൈ ചെയ്തില്ലല്ലോ എന്ന് തോന്നുന്ന അത്രയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ, ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിഷസുകൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. Thanks for watching my channel. Take care. Bye bye.